കരിയർ വെബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോശം എന്ന ഒരു ടോപ്പിക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു 3 ബയോളജി ക്ലാസ് കഴിഞ്ഞു. നമ്മൾ ആദ്യത്തെ ക്ലാസ് ജീവികളും ജീവൻ്റെ ഉത്ഭവവും എന്നൊരു ചാപ്റ്റർ ആയിരുന്നു. ദെൻ നമ്മൾ കോശവും കോശജാലങ്ങളും, മൂന്നാമത്തെ ചാപ്റ്റർ ജീവൽ പ്രക്രിയയിലൂടെ. അത് കഴിഞ്ഞാൽ നമ്മൾ അതുമായിട്ട് വരുന്ന റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. ആ ക്ലാസ്സാണ് ഇന്ന്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. സ്ട്രക്ചേർഡ് ആയിട്ട് തന്നെ നമുക്ക് പഠിച്ചു പോവാം. ഒരു ടോപ്പിക്ക് കഴിഞ്ഞാൽ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ട് തന്നെ മുന്നോട്ട് പോവാം. ഓക്കെ, ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കോശത്തെക്കുറിച്ചുള്ള പഠനമാണ് സൈറ്റോളജി. സിസ്റ്റം എന്ന് പറഞ്ഞാൽ കോശമാണ്. അപ്പോൾ കോശത്തെക്കുറിച്ചുള്ള പഠനമാണ് സൈറ്റോളജി. കോശം കൂടിച്ചേർന്നാണ് എന്തുണ്ടാവുന്നത്? കലകൾ ഉണ്ടാവുന്നത്. കലകളെക്കുറിച്ചുള്ള പഠനം, ടിഷ്യൂ, സ്റ്റഡി ഓഫ് ടിഷ്യൂസ് എന്താണ്? ഹിസ്റ്റോളജി. ഹിസ്റ്റോളജി എന്നാണ് കലകളെക്കുറിച്ചുള്ള പഠനം പറയുന്നത്. ഈ പഠനങ്ങൾ മാത്രം നമുക്ക് വേറൊരു ക്ലാസ് സെപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ കോശം ആദ്യമായി കണ്ടെത്തിയത്, ശ്രദ്ധിക്കണം, കോശം എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കോശം ആദ്യമായി കണ്ടെത്തിയത് റോബർട്ട് ഹുക്കാണ്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു ബുക്കാണ് മൈക്രോഗ്രാഫിയ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് റോബർട്ട് ഹുക്കാണ്. കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? MJ ഷ്ലീഡൻ ആൻഡ് തിയോഡർ ഷ്വാൻ. എന്താണ് കോശ സിദ്ധാന്തം പറയുന്നത്? എല്ലാ ജീവശരീരവും കോശനിർമ്മിതമാണ് എന്ന് പറയുന്നു. എല്ലാ ജീവശരീരവും കോശനിർമ്മിതമാണ്. ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ എന്നാണ് കോശ സിദ്ധാന്തം പറയുന്നത്. കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് MJ ഷ്ലീഡൻ ആൻഡ് തിയോഡർ ഷ്വാൻ. കോശകേന്ദ്രം അഥവാ ന്യൂക്ലിയസ് കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ ആണ്. കോശകേന്ദ്രം അഥവാ ന്യൂക്ലിയസ് കണ്ടെത്തിയത്, മർമ്മം കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് ബ്രൗൺ ആണ്. ഇയർ 1831. അപ്പോൾ കോശം കണ്ടെത്തിയത് റോബർട്ട് ഹുക്കാണ്. കോശകേന്ദ്രം അഥവാ ന്യൂക്ലിയസ് കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ ആണ്, 1831. സസ്യകോശം കണ്ടെത്തിയത് MJ ഷ്ലീഡൻ, 1838. ജന്തുകോശം കണ്ടെത്തിയത് തിയോഡർ ഷ്വാൻ, 1839. നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് പുതിയവ രൂപപ്പെടുന്നു എന്ന് കണ്ടെത്തിയത് റുഡോൾഫ് വിർഷോ, 1858. ഇത് മനസ്സിലിങ്ങനെ പതിയണം, കാരണം ഇത് SCERT ടെക്സ്റ്റിൽ നമ്മൾ നോക്കിയിരുന്നു. ആ സമയത്ത് SCERT ടെക്സ്റ്റിൽ കറക്റ്റ് പറഞ്ഞതാണ്. അപ്പോൾ റോബർട്ട് ബ്രൗണ് 1831 കോശകേന്ദ്രം അഥവാ ന്യൂക്ലിയസ് കണ്ടെത്തുന്നു. ദെൻ സസ്യകോശം MJ ഷ്ലീഡൻ, ജന്തുകോശം തിയോഡർ ഷ്വാൻ, 1839. നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് പുതിയവ രൂപപ്പെടുന്നു, റുഡോൾഫ് വിർഷോ, 1858. MJ ഷ്ലീഡനും തിയോഡർ ഷ്വാനും കൂടിയാണ് കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. ദെൻ ജീവനുള്ള കോശം, ഞാൻ നേരത്തെ പറഞ്ഞു, ശ്രദ്ധിക്കണം, കോശമാണ് ആര് കണ്ടെത്തിയത്? റോബർട്ട് ഹുക്ക് കണ്ടെത്തിയത്. ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത് ആൻഡൻ വാൻ ലീവൻ ഹുക്കാണ്. ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത് ആൻഡൻ വാൻ ലീവൻ ഹുക്ക്. കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് അറിയപ്പെടുന്നത്, അതായത് ഒരു കോശസ്തരത്തിനുള്ളിൽ കോശാംഗങ്ങൾ ഉണ്ടാവും, മർമ്മമുണ്ടാവും, കോശദ്രവ്യമുണ്ടാവും. കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് അറിയപ്പെടുന്നതാണ് ജീവദ്രവ്യം അഥവാ പ്രോട്ടോപ്ലാസം. കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് അറിയപ്പെടുന്നതാണ് ജീവദ്രവ്യം അഥവാ പ്രോട്ടോപ്ലാസം. ജീവദ്രവ്യത്തിനുള്ളിൽ മർമ്മമൊഴികെയുള്ള ഭാഗം അറിയപ്പെടുന്നതാണ് കോശദ്രവ്യം അഥവാ സൈറ്റോപ്ലാസം. ജീവദ്രവ്യത്തിനുള്ളിൽ മർമ്മമൊഴികെയുള്ള, ന്യൂക്ലിയസ് ഒഴികെയുള്ള എല്ലാ ഭാഗങ്ങളും ചേർത്തിട്ട് എന്താ പറയുന്നത്? കോശദ്രവ്യം അഥവാ സൈറ്റോപ്ലാസം. ഇനി ഏറ്റവും ചെറിയ കോശം ഏതാണ്? മൈക്കോപ്ലാസ്മയുടെയാണ് ഏറ്റവും ചെറിയ കോശം. മറക്കരുത്, ഏറ്റവും ചെറിയ കോശമാണ് മൈക്കോപ്ലാസ്മ. ഏറ്റവും വലിയ കോശം ഏതാണ്? ഒട്ടകപ്പക്ഷിയുടെ മുട്ട. ഏറ്റവും വലിയ കോശം ഒട്ടകപ്പക്ഷിയുടെ മുട്ട. കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രം എന്നറിയപ്പെടുന്നത്
കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ. അപ്പോൾ മാറരുത്. കോശം കണ്ടെത്തിയത് റോബർട്ട് ഹുക്കാണ്. ജീവനുള്ള കോശം കണ്ടെത്തിയത് ആൻഡൻ വാൻ ലീവൻ ഹുക്കാണ്. കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രം മർമ്മം കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ ആണ്. മർമ്മം കാണപ്പെടാത്ത ജീവികളാണ് പ്രോകാരിയോട്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു, മർമ്മം കാണപ്പെടാത്ത ജീവികളാണ് പ്രോകാരിയോട്ടുകൾ, മർമ്മം കാണപ്പെടുന്ന ജീവികളാണ് യുക്കാരിയോട്ടുകൾ. ഒരു കോശത്തിൻ്റെ ഊർജ്ജ നിലയം, കെമിക്കൽ ഫാക്ടറി എന്നറിയപ്പെടുന്നതാണ് മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയ എന്ന പേര് നിർദ്ദേശിച്ചത് ബെൻഡ എന്ന ശാസ്ത്രജ്ഞനാണ്. ഒരു കോശത്തിൻ്റെ ഊർജ്ജ നിലയം അഥവാ കെമിക്കൽ ഫാക്ടറി എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയയാണ്. വായു ശ്വസനം നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ടാണ്. വായു ശ്വസനം നടക്കുന്നത് മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ടാണ്. കോശത്തിൻ്റെ എനർജി കറൻസി എന്നറിയപ്പെടുന്നത് ATP ആണ്. അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്നാണ് ATPയുടെ മുഴുവൻ രൂപം. കോശത്തിൻ്റെ എനർജി കറൻസിയാണ് ATP. കോശത്തിൻ്റെ പ്രോട്ടീൻ ഫാക്ടറി റൈബോസോം. കോശത്തിൻ്റെ പ്രോട്ടീൻ ഫാക്ടറിയാണ് റൈബോസോം. ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ തുടങ്ങിയവ സംഭരിക്കുന്ന കോശഭാഗം ഏതാണ്? ഫേനം. ഫേനത്തിൻ്റെ ആവരണം ഏതാണ്? ടോണോപ്ലാസ്റ്റ്. ഇമ്പോർട്ടൻ്റ് ആണ് ഫേനത്തിൻ്റെ ആവരണം. എക്സാമിന് ബയോളജി പാർട്ടിൽ സ്ഥിരമായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യനാണ് എന്ത്? ഫേനത്തിൻ്റെ ആവരണം ഏതാണ്? ഫേനത്തിൻ്റെ ആവരണമാണ് ടോണോപ്ലാസ്റ്റ്. ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ തുടങ്ങിയവ സംഭരിക്കുന്ന കോശഭാഗമാണ് ഫേനം. ഫേനത്തിൻ്റെ ആവരണമാണ് ടോണോപ്ലാസ്റ്റ്. കോശത്തിൻ്റെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നതാണ് ഗോൾജി കോംപ്ലക്സ്. രാസാഗ്നികൾ, ഹോർമോണുകൾ തുടങ്ങിയവ ചെറുസ്ഥല സഞ്ചികളിലാക്കുന്ന കോശഭാഗം ഏതാണ്? ഗോൾജി കോംപ്ലക്സ് ആണ്. കോശത്തിൻ്റെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നത് ഗോൾജി കോംപ്ലക്സ് ആണ്. രാസാഗ്നികൾ, ഹോർമോണുകൾ തുടങ്ങിയവ ചെറുസ്ഥല സഞ്ചികളിലാക്കുന്ന കോശഭാഗം ഏതാണ്? ഗോൾജി കോംപ്ലക്സ്. ദെൻ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അഥവാ അന്തർദ്രവ്യാജാലിക. കോശത്തിനുള്ളിലെ സഞ്ചാരപാതയാണ് അന്തർദ്രവ്യാജാലിക. കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്ന കോശഭാഗം കോശാസ്ഥികൂടം. കോശത്തിൻ്റെ അസ്ഥികൂടം എന്നറിയപ്പെടുന്നത് അന്തർദ്രവ്യാജാലിക അല്ലെങ്കിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. ഓക്കെ, 3 തരം ജൈവകണങ്ങളുണ്ട്. ജൈവകണങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ജൈവകണങ്ങൾ ഏതൊക്കെയാണ്? ഹരിതകണം, വർണ്ണകണം, ശ്വേതകണം. ഹരിതകണം ഹരിത പച്ച, വർണ്ണകണം വിവിധ വർണ്ണങ്ങളിൽ കാണപ്പെടുന്നുണ്ട്, അതാണ് ഞാൻ താഴെ കാണിച്ചിരിക്കുന്നത്. ശ്വേതകണം, ശ്വേതം എന്ന വാക്കിനർത്ഥം നിറമില്ലാത്തത് എന്നാണ്. ശ്വേതകണം, ഹരിതകണം, വർണ്ണകണം, ശ്വേതകണം. സാന്തോഫിൽ വർണ്ണകണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. സാന്തോഫിലിൻ്റെ നിറം ഏതാണ്? മഞ്ഞ. കരോട്ടിൻ നിറം മഞ്ഞ കലർന്ന ഒരു ഓറഞ്ച് നിറമാണ് കരോട്ടിനുള്ളത്. ദെൻ ആന്തോസയാനിൻ ചുവപ്പ്. ആന്തോസയാനിൻ്റെ നിറം ചുവപ്പാണ്. അപ്പോൾ ഇതൊക്കെയാണ് വർണ്ണകണങ്ങൾ. വർണ്ണകണങ്ങളുടെ നിറം നോക്കി വെക്കുക, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സാന്തോഫിലിൻ്റെ നിറം മഞ്ഞ, കരോട്ടിൻ മഞ്ഞ കലർന്ന ഓറഞ്ച് നിറം, ആന്തോസയാനിൻ നിറം ചുവപ്പ്. ആന്തോസയാനിൻ്റെ ചോദിച്ചിട്ടുണ്ട്, ഖാദി ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ആന്തോസയാനിൻ്റെ നിറം എന്താണ്? ചുവപ്പ് നിറമാണ് ആന്തോസയാനിൻ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കി വെക്കുക. ഇത്രയും ക്വസ്റ്റ്യനാണ് കോശം അല്ലെങ്കിൽ കോശാംഗങ്ങൾ എന്ന ഒരു പോർഷൻ റിലേറ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, നമ്മൾ SCERT ക്ലാസ്സുകൾ കാണുക, അതിനുശേഷം ഈ ക്വസ്റ്റ്യൻസ് നോക്കുക. ഓക്കെ, ഒന്നുകൂടെ നമുക്ക് സമ്മറൈസ് ചെയ്യാം. കോശത്തെക്കുറിച്ചുള്ള പഠനമാണ് സൈറ്റോളജി. കോശം കണ്ടെത്തിയത് റോബർട്ട് ഹുക്കാണ്, പക്ഷേ കോശമർമ്മം ന്യൂക്ലിയസ് കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ ആണ്. റോബർട്ട് ഹുക്കിൻ്റെ ബുക്കാണ് മൈക്രോഗ്രാഫിയ. കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് MJ ഷ്ലീഡൻ ആൻഡ് തിയോഡർ ഷ്വാൻ. MJ ഷ്ലീഡൻ ആണ് സസ്യകോശം കണ്ടെത്തിയത്, തിയോഡർ ഷ്വാനാണ് ജന്തുകോശം കണ്ടെത്തിയത്. നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് പുതിയവ രൂപപ്പെടുന്നു എന്ന് പറഞ്ഞത് റുഡോൾഫ് വിർഷു ആണ്. ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത് ആൻഡൻ വാൻ ലീവൻ ഹുക്കാണ്. കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് മർമ്മമാണ്. മർമ്മം കാണപ്പെടുന്ന ജീവികളാണ് യുക്കാരിയോട്സ്, കാണപ്പെടാത്തത് പ്രോകാരിയോട്സ്. കോശത്തിൻ്റെ ഊർജ്ജ നിലയം മൈറ്റോകോൺട്രിയ. കോശാസ്ഥികൂടം ഏതാണ്? അന്തർദ്രവ്യാജാലിക അല്ലെങ്കിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. കോശത്തിൻ്റെ പ്രോട്ടീൻ ഫാക്ടറി എന്നറിയപ്പെടുന്നത് റൈബോസോമാണ്. എനർജി കറൻസി ATP അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആണ്. ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ തുടങ്ങിയവ സംഭരിക്കുന്നത് ഫേനം.
ഫേനത്തിൻ്റെ ആവരണമാണ് ടോണോപ്ലാസ്റ്റ്. ദെൻ വർണ്ണകണങ്ങൾ ഏതൊക്കെയാണ്, അതിൻ്റെ നിറം. ഇത്രയേ ഉള്ളൂ ക്ലാസ്. ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കി വെക്കുക, ക്ലാസ്സുകൾ കാണുക, റെഗുലറായിട്ട് ക്ലാസ്സുകൾ കാണുക, എന്നാൽ മാത്രമേ അതിന് ശേഷമുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. കരിയർ വെബിൻ്റെ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളെ അഭിപ്രായങ്ങൾ പറയാം. ഓക്കെ, താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ കാണാം.